നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് വേൾഡ് കപ്പിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ബംഗ്ലാദേശിനെ ഒഴിവാക്കി പകരം സ്കോട്ട്ലൻഡിനെ വേൾഡ് കപ്പിന് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ICC. ഇത് ഒഫീഷ്യലി ഈ രാജ്യങ്ങൾ, അതായത് ബംഗ്ലാദേശിനെ, PCBയെ, അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് ക്രിക്കറ്റിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്നാണിപ്പോൾ ക്രിക്ബസും ESPN ക്രിക്കിൻഫോയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ BCBയോ സ്കോട്ട്ലൻഡ് ക്രിക്കറ്റോ അതുപോലെ ICC ഒന്നും ഇതൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇറക്കിയിട്ടില്ല. പിന്നാലെ വരുമായിരിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത് വ്യക്തമായിരുന്നു. അതായത് സ്കോട്ട്ലൻഡ് റീപ്ലേസ് ചെയ്യുന്നു ബംഗ്ലാദേശിനെ. മായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നമ്മൾ പലവട്ടം നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ ഇതാ ഒരു ഭീഷണിയുമായിട്ട് വരുത്തും. ഞങ്ങളും വേൾഡ് കപ്പിൽ നിന്ന് ബഹിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതിപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ICCയുടെ കമ്മിറ്റി ചേർന്ന് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയിൽ വരുന്നില്ലെങ്കിൽ അവർ റീപ്ലേസ് ചെയ്യണം എന്നാണ് എല്ലാവരും വോട്ട് ചെയ്ത്. 2 ബോർഡുകൾ ഒഴികെ. ആ 2 ബോർഡുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബംഗ്ലാദേശിൻ്റെ ബോർഡും ഒന്ന് പാകിസ്ഥാൻ്റെ ബോർഡുമായിരുന്നു. അപ്പോൾ ബംഗ്ലാദേശിന് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായാൽ പാകിസ്ഥാനും ബോയ്ക്കോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അപ്പോൾ മുതൽ തന്നെ വാർത്തകൾ വന്നുകൊണ്ടേ ഇരുന്നതാണ്. ഇപ്പോഴിതാ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ചെയർമാൻ മോഹസിൻ നഖ്വി ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങൾ ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്: ഇത് ബംഗ്ലാദേശിനെതിരെ നടന്നിരിക്കുന്നത് ഒരു അനീതിയാണ്. ഞാൻ ഇതേ കാര്യം തന്നെ ICC ബോർഡ് മീറ്റിങ്ങിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇരട്ടത്താപ്പ് എടുക്കാൻ പാടില്ല, അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കാൻ പാടില്ല. ഒരു രാജ്യത്തോട് തീരുമാനമെടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് അവരുടെ കളി മാറ്റിക്കൊടുക്കുക, അതേസമയം മറ്റൊരു രാജ്യത്തോട് ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. ഇത് തീർച്ചയായിട്ടും ഇരട്ടത്താപ്പാണ്. ഇതാണ് മോഹസിൻ നഖ്വി പറയുന്നത്. അതായത് അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ICC ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി ഇന്ത്യയുടെ കളി UAEയിലേക്ക് മാറ്റി തന്നു. നമ്മളവിടെ പോയി കളിച്ച് കിരീടം കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അതിന് പകരം പാകിസ്ഥാന് ഈ ഒരു സൈക്കിളിൽ ഇന്ത്യയിലേക്ക് വേൾഡ് കപ്പിന് വരണ്ട, അവർ പുറത്ത് ശ്രീലങ്കയിൽ കളിച്ചാൽ മതി എന്നൊക്കെയുള്ള അത് ആ ഒരു ഒത്തുതീർപ്പാണ്. അതാണ് ഈ പറയുന്നത്. ബംഗ്ലാദേശിനോട് അത് ചെയ്തില്ല എന്നുള്ളത്. ഒരു രാജ്യത്തിന് അനുകൂലമായിട്ട് നിലപാടെടുത്തു, മറ്റു രാജ്യത്തിന് അത് അനുകൂലമായിട്ട് നിലപാടെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയാൾ പറയുകയാണ് ബംഗ്ലാദേശ് വേൾഡ് കപ്പ് കളിക്കണം. എല്ലാ കേസസിൽ, ഇൻ ഓൾ കേസസ്, എന്ത് വില കൊടുത്തും ബംഗ്ലാദേശ് വേൾഡ് കപ്പ് കളിക്കണം. അവർ ഈ കളിയുടെ ഒരു ബിഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഇത്തരത്തിലുള്ള അനീതികൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇനി ഈ വിഷയത്തിൽ പാകിസ്ഥാൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുകയാണ് കളിക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ വേൾഡ് കപ്പ് കളിക്കില്ല. അങ്ങനെയാണെങ്കിൽ ICCക്ക് ഒരു 22ാമത്തെ ടീമിനെ കൊണ്ടുവന്ന് പകരം കളിപ്പിച്ചോട്ടെ. ഞങ്ങൾ ഗവൺമെൻറ്റിനോടാണ്, പാകിസ്ഥാൻ ഗവൺമെൻറ്റിനോടാണ് ICCയോട് എന്നതിനേക്കാൾ കൂടുതൽ ബൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. സോ ഗവൺമെൻറ് എന്തു പറയുന്നു അത് ഞങ്ങൾ ചെയ്യുമെന്നാണ് ഇപ്പോൾ മോഹസിൻ നഖ്വിയുടെ പ്രസ്താവന. അതായത് പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുകയാണ് വേൾഡ് കപ്പ് കളിക്കണ്ട എന്ന് പറയാൻ ഞങ്ങളും പിൻവാങ്ങും. അയാൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പാകിസ്ഥാൻ PM ഇപ്പോൾ സ്ഥലത്തില്ല, വന്നാൽ എന്താ പറയുക അതനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ പിൻവാങ്ങുകയാണെങ്കിൽ വേറൊരു ടീമിനെ കൊണ്ടുവന്നോട്ടെ എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പോൾ 21ാമത്തെ ടീമാണ് സ്കോട്ട്ലൻഡിൽ നിന്നാണ്. 20 ടീം ഓൾറെഡി വേൾഡ് കപ്പിനുണ്ടല്ലോ. ഇപ്പോൾ ബംഗ്ലാദേശ് ഇല്ലെങ്കിൽ പിന്നെ 21ാമത്തെ ടീമായിട്ട് സ്കോട്ട്ലൻഡ് വരിക. പാകിസ്ഥാൻ പിൻവാങ്ങിയ 22ാമത്തെ ടീമിനെ കൊണ്ടുവന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ പിൻവാങ്ങിയ 22ാമത്തെ ടീം ഏതായിരിക്കും? വെറും ഭീഷണിയിൽ ഒതുങ്ങുമോ, അതല്ല പാകിസ്ഥാൻ കൂടി വേൾഡ് കപ്പിൽ നിന്ന് പിൻവാങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഓൾറെഡി ഒരുപാട് മിന്നോസ് ഉള്ള ഒരു വേൾഡ് കപ്പാണ്. പല ടീമുകളൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഗ്രൂപ്പ് സ്റ്റേജിലെ വേൾഡ് കപ്പിൻ്റെ ആവേശം അങ്ങ് തണുത്തു പോകും എന്നൊരു യാഥാർത്ഥ്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.